we are going to പാലക്കൊല്ലം. എങ്ങനെയറിയോ? സാധനം വാങ്ങാൻ. എന്ത് സാധനം? അരിയും പച്ചക്കറിയും. ഓക്കെ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞെങ്കിൽ ലഞ്ച് പ്രിപ്പറേഷൻ. എനിക്ക് ഇപ്പോൾ പയ്യെ പറയാം, തരക്കേതിൽ പറയാം. ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഐ എം ഇഫ്ലി. സോ ഇന്ന് എൻ്റെ ഉള്ളത് എൻ്റെ കസിൻ നീലു. അപ്പം ഞാനും ഉള്ളു ഇന്ന് കുറച്ച് സാധനം വാങ്ങാനും വേണ്ടിയിട്ട് ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോയി. സാധനം എന്താ വെച്ചെങ്കിൽ, എന്തിനു വെച്ചെങ്കിൽ എൻ്റെ ഉമ്മ ഇന്നൊരു സ്പെഷ്യൽ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള റൈസ്, വെജിറ്റബിൾസ് എല്ലാം വാങ്ങാനാണ് ഞാനോളും വന്നത്. അങ്ങനെ സാധനമെല്ലാം വാങ്ങിയിട്ട് നേരെ പെറുക്കി പോയി. ഗൈസ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഫിഷ് ബിരിയാണി. സോ ലെറ്റ് സ്റ്റാർട്ട് ഫിഷ് മാരിനേഷൻ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള മസാലപ്പൊടികളെല്ലാം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഫിഷ് മസാല, പെപ്പർ പൗഡർ, പിന്നെ കുറച്ച് തൈര്, പിന്നെ കുറച്ച് വിനാഗിരി, അതെല്ലാം ഉപ്പുണ്ടാവേ. ഉപ്പ് ഇട്ടിട്ട് നല്ല പാങ്ങിൽ മസാല പറ്റിയിട്ട് ഫ്രീസറിൽ ഒരു അറ്റ്ലീസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ എങ്കിലും വെക്കണം. നെക്സ്റ്റ് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകെല്ലാം ചതച്ചിട്ടെടുക്കണം. ചതക്കുന്ന സ്പെഷ്യലിസ്റ്റ് ദൂതുവാണ്. അപ്പോൾ ദൂതുവാണ് ഇതെല്ലാം ചതച്ചത്. പിന്നെ കുറച്ച് പേസ്റ്റും ആക്കിയിട്ട് വെച്ചതിന്. അതിൻ്റെ ഇടയിൽ റയ്യാനി നമുക്ക് ബ്രൗണി കൊണ്ടു തന്നു. അപ്പോൾ ഒരു ബ്രൗണീനെ നമ്മൾ 4 ആൾ ഷെയർ ചെയ്തിട്ട് തന്നു. ഇനി നെക്സ്റ്റ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാനിൽ ഓയിൽ നല്ലോണം ചൂടായതിന് ശേഷം നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ഫിഷ് എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഫിഷ് ബിരിയാണീൻ്റെയൊക്കെ സൈഡ് ഡിഷായിട്ട് ചിക്കൻ ഫ്രൈയും കൂടി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ചിക്കൻ ഫ്രൈൻ്റെ മാരിനേഷനൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടാണ്. അങ്ങനെ നമ്മൾ ഫ്രൈ എല്ലാം ഏകദേശം ഇവിടെ സെറ്റായിട്ടുണ്ട്. കൈമ റൈസ് അല്ലെങ്കിൽ ജീരകശാല റൈസാണ് ബിരിയാണിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓഫ് ഗീ, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ലോണം ചൂടായിട്ടാകുമ്പോൾ അതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം. ജീരകം, ഏലക്ക, വെളുത്തുള്ളി, പട്ട, ഗ്രാമ്പു, സിനമോൺ സ്റ്റിക്ക്, വോൾ പേപ്പർ, പിന്നെ 3 ഫുൾ ഗ്രീൻ ചില്ലി. ഇതിലേക്ക് നമുക്കിനി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള അരി ഇടാം. അരി 2 മിനിറ്റ് സോട്ട് ചെയ്യണം. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുക്ക് ചെയ്യണം. അങ്ങനെ നമ്മളുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് മസാല ഉണ്ടാക്കാം. ഒരു ചട്ടിയിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ട് അതിൽ സവാള നമുക്ക് വഴറ്റിയെടുക്കാം. സവാള ഒരു ഗോൾഡൻ ബ്രൗണിഷ് കളർ ആകുമ്പോഴത്തേക്ക് അതിലേക്ക് നേരത്തെ ചതച്ച് വെച്ചിട്ടുണ്ടായ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ടിട്ട് പിന്നെയും വഴറ്റി അതിൻ്റെ പച്ചമണമെല്ലാം മാറിയിട്ടാകുമ്പോഴത്തേക്ക് നമുക്കിനി ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കഴിഞ്ഞതിന് ശേഷം അതിന് വേണ്ടിയിട്ടുള്ള മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഫിഷ് മസാല, മല്ലിപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, ഗരം മസാല. പിന്നെ ഈ മസാലപ്പൊടികളെല്ലാം ഇടുമ്പം ഫ്ലെയിം ലോ ആക്കിയിട്ട് വെക്കണം. മസാലേൻ്റെ പച്ചമണമെല്ലാം മാറിയതിന് ശേഷം നമുക്ക് അതിൽ ആവശ്യത്തിന് തക്കാളി ഇട്ട് കൊടുക്കാം. പിന്നെ നല്ലോണം സോട്ട് ചെയ്തിട്ട് അടച്ച് വെച്ച് കുറച്ച് സമയം വേവിക്കാൻ വെക്കാം. തക്കാളിയെല്ലാം അതിലേക്ക് നല്ല ബ്ലെൻഡ് ആയിട്ടാകുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കാം. എല്ലാം കൂടിയിട്ട് നല്ല പാങ്ങിൽ മിക്സ് ആയതിനു ശേഷം അതിലേക്ക് കറിവേപ്പില, കൊറിയൻഡർ ലീഫ്, പിന്നെ ക്യാപ്സിക്കം കൂടി ഉമ്മ ഇടുന്നുണ്ട്. ക്യാപ്സിക്കത്തിന് നല്ല ഫ്ലേവറാണ് ബിരിയാണിക്ക് തരുന്നത്, അതുകൊണ്ട് അത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഫൈനൽ സ്റ്റേജ് നമ്മുടെ ഫിഷ്, നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായ ഫിഷും കൂടി അതിലേക്ക് ലെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയാണ് ബിരിയാണീൻ്റെ ഫൈനൽ ആൻഡ് ഇമ്പോർട്ടൻറ്റ് സ്റ്റേജാണ് ദമ്മിടൽ. അതിനായിട്ട് മസാല ഉണ്ടാക്കിയ സെയിം പാനിൽ തന്നെയാണ് ദമ്മിടുന്നത്. ഒരു ലെയർ ഓഫ് റൈസ് ഇടാം. അതിലേക്ക് നേരത്തെ ഫിഷ് ഫ്രൈ ചെയ്തിട്ടുണ്ടായ സെയിം ഓയിലിൽ കുറച്ച് ഓണിയനും കൂടി ഫ്രൈ ചെയ്യുക. എന്നിട്ട് അത് അതിൻ്റെ മുകളിലേക്ക് ആഡ് ചെയ്യുക. ഫിഷ് ഫ്രൈ ചെയ്ത ഓയിൽ തന്നെ വേണം, അതാണ് ഈ ബിരിയാണിക്ക് നല്ല ഫ്ലേവർ വരുന്നത്. നെക്സ്റ്റ് നമുക്ക് സെക്കൻഡ് ലെയർ ഓഫ് റൈസ് ഇടാം. സെക്കൻഡ് ലെയർ ഓഫ് റൈസ് ഇട്ടതിന് ശേഷം മുകളിലേക്ക് അണ്ടിപ്പരിപ്പ് വേണം ഗൈസ്. അത് ഫ്രൈ ചെയ്തിട്ടുണ്ടായിട്ട് അത് ഫ്രൈ ചെയ്യാനെടുക്കുമ്പോൾ ആസ് യൂഷ്വൽ പറക്കി തിന്നണം. എന്നിട്ട് നമുക്ക് നല്ല ഗീയിൽ ഇതൊരു ബ്രൗൺ കളർ ആവോളം വറുത്തെടുക്കണം. എന്നിട്ട് നമ്മൾ ബിരിയാണീൻ്റെ ദമ്മിൻ്റെ ഫൈനൽ ലെയറിലേക്ക് ഈ കാഷ്യൂ നട്ട്സ് ഇടുക. പിന്നെ ലാസ്റ്റ് കുറച്ച് മല്ലിച്ചപ്പും പിന്നെ കുറച്ച് ക്യാപ്സിക്കം കൂടി ഇടണം.
അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടിച്ചു വെച്ചിട്ട് ദമ്മിടാം. പിന്നെ ലാസ്റ്റ് കുറച്ച് ഗരം മസാലയും പെപ്പർ പൗഡറും കൂടി സ്പ്രെഡ് ചെയ്തിന് ഉമ്മ. ബിരിയാണി ദമ്മിട്ട സമയം കൊണ്ട് നമുക്ക് കുറച്ച് പപ്പടം കാച്ചാം. ഈ ബിരിയാണിക്കില്ലേ എനിക്ക് എന്തോരം ഇഷ്ടം പപ്പടം. നിങ്ങളാരെങ്കിലും ഉണ്ടായി ഈ ബിരിയാണിക്ക് പപ്പടം കൂട്ടുന്ന ടീംസ് ഉണ്ടെങ്കിൽ ഡു കമൻറ്റ്. അങ്ങനെ നമ്മൾ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലേറ്റിങ് ചെയ്യാം. ഞാൻ പിന്നെ വീഡിയോയിൽ എടുക്കുന്നതിനെ കൊണ്ട് കുറച്ച് ഡെക്കറേഷൻസിലാക്കി. കുറച്ച് മല്ലിച്ചപ്പ്, നേരത്തെ ഉണ്ടായ കാഷ്യൂനട്ട് വറുത്തതില്ലേ അതൊരു പീസ്, പിന്നെ നേരത്തെ ഫ്രൈ ചെയ്ത ചിക്കൻ ഫ്രൈ, സാലഡല്ല കച്ചമ്പർ, പിന്നെ പപ്പടം എല്ലാം കൂട്ടിയിട്ട് ചോറ് വയ്ക്കാം. നല്ല മീൻ്റെ പേര് ബിരിയാണിയും കച്ചമ്പറും ചിക്കൻ ഫ്രൈയും പപ്പടം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ ബിരിയാണിയുടെ ഡീറ്റെയിൽഡ് റെസിപ്പി ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഉമ്മാനോട് ചോദിച്ചിട്ട് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. ഓക്കെ, ബൈ.